യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്. എന്തിനാ നോമ്പ്? തഖ്വ ഉണ്ടാവാൻ. എന്താ തഖ്വ? ജീവിതത്തിൽ എപ്പോഴും ചെയ്യേണ്ടാത്തത് ചെയ്യാതിരിക്കാനും കൽപ്പിച്ചത് ചെയ്യാനുമുള്ള മനസ്സിനെ ഉണ്ടാക്കി തീർക്കുക. ഫഇന്ന സ്വായിം മഅ്മൂറുൻ ബിഫിഅലി ത്വആത്ത് വജ്തിനാബിൽ മആസി. തെറ്റുകൾ ഉപേക്ഷിക്കാനും കൽപ്പനകൾ സ്വീകരിക്കാനും. അപ്പൊ നോമ്പിൽ എന്താ സംഭവിക്കുന്നത്? എന്താ സുഹൃത്തുക്കളെ നോമ്പിൽ സംഭവിക്കുന്നത്? ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുക, ചില കാര്യങ്ങൾ ചെയ്യുക. അതിന്റെ കണിശതയാണ് നോമ്പിന്റെ വിജയം. അപ്പോൾ നോമ്പിലൂടെ അതാ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹില. അജ്ഞതയെയും അതേപോലെ തന്നെ ചീത്ത വാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കാത്തവൻ ഫലൈസ ലില്ലാഹി ഹാജ, അല്ലാഹുവിന് ആവശ്യമില്ല ഫി അൻ യദഅ തുആമഹു വശറാബഹു, അവരെന്തിനാ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണം. അപ്പോൾ നോമ്പിനൊരു യുക്തിയുണ്ട്. എന്ത്? ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നു, ഒരു വിശ്വാസിയെ വിശ്വാസിയാക്കി തീർക്കുന്നു, അരുതാത്തത് ചെയ്യാതിരിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നോമ്പിന് ഒരാളെ നമ്മളെ വന്ന് പ്രകോപിപ്പിച്ചു എന്ന് വിചാരിക്കുക, ചീത്ത പറഞ്ഞ് പ്രകോപിപ്പിച്ചു, നമ്മോട് തർക്കിച്ചു, അല്ലെങ്കിൽ നമ്മളെ വികാരം കൊള്ളിക്കുന്ന ഒരു വിഷയം എടുത്തിട്ട് ഒരു തർക്കത്തിന് വന്നു, ഉടനെ നമ്മളോട് പറയണം, നിന്റെ മനസ്സിൽ നാം അവനോട് പറയേണ്ട വാക്കെന്താ അറിയങ്ങൾ? ഇന്നീല സ്വായി, എനിക്ക് നോമ്പാണ്. എന്താ നോമ്പാ? എനിക്ക് നോമ്പാണെന്ന് പറഞ്ഞതിന്റെ ആശയം എന്താണ്? എനിക്ക് ചിലത് ചെയ്യാൻ പാടില്ല സുഹൃത്തെ, എനിക്ക് ചിലത് ചെയ്യാൻ പാടുണ്ട്. അതാണ് നോമ്പിന്റെ അർത്ഥം. എനിക്ക് പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എപ്പോഴും നോമ്പ്. മറ്റൊരു കാര്യം അതിന്റെ ഹിക്മത്തായി പറഞ്ഞത്, നോക്കു സുഹൃത്തുക്കളെ, ഒരു ദീനി ചിന്തയ്ക്ക് വേണ്ടി, നമ്മുടെ ഒരു ആത്മവിചിന്തനത്തിനു വേണ്ടി നിർബന്ധിതമായ ഒരു കാലഘട്ടം അല്ലാഹു തന്നിരിക്കുകയാണ്. എത്രയോ മരണ വീട്ടിൽ മരിച്ച സുഹൃത്തുക്കൾക്ക് മുന്നിൽ നിന്ന് നമ്മൾ ആലോചിച്ചു, ഞാനാണ് ഇപ്പൊ ഈ കബർക്ക വെക്കുന്നത് ഇന്നയാണെങ്കിലോ. എത്ര വട്ടം നമ്മൾ ആലോചിച്ച് നമ്മളെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. പല ജനാസകൾക്ക് മുന്നിൽ നിന്നപ്പോഴും ഇന്നയാണ് ഇപ്പൊ ഈ ഇറക്കി വെക്കുന്നതെങ്കിൽ, ഞാനാണ് അവിടെ ഇറങ്ങി കിടക്കുന്നതെങ്കിൽ എന്ന് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടല്ലോ സുഹൃത്തുക്കളെ. അതൊക്കെ എത്ര നിമിഷം നിലനിന്നു നമ്മുടെ മനസ്സിൽ, എത്ര സമയം അതൊക്കെ നമ്മളെ പ്രചോദിപ്പിച്ചു, എത്ര സമയം അതൊക്കെ ബാക്കിയായി. എന്നാൽ ഒരു മാസം ദീനി ചിന്തകൾ മാത്രം നിറഞ്ഞൊരു മാസം, അതാണ് ഈ മാസത്തിന്റെ പ്രത്യേകത. അത് ചിന്തിക്കാനും അത് ആലോചിക്കാനും ദിക്ർ ചെയ്യാനും പറ്റുന്ന ഒരു മാസം. അതെങ്ങനെ സാധ്യതരങ്ങള് മറ്റു സമയത്തും നടക്കാത്തത്? അത് ഭക്ഷണം കുറച്ചതുകൊണ്ടാണ്. നമ്മളെ ദുനിയാവിന്റെ പരിപാടികളിൽ കുറവ് വരുത്തിച്ചിട്ടാണ് പടച്ചോൻ ഒരു മാസം നമ്മളെ ദീനിന്റെ ചിന്തയിൽ നിർബന്ധിതമായി പിടിച്ചു നിർത്തിയത്. മാ മലഅബ്നു ആദം വിആഇൻ ശർറൻ മിൻ ബത്നി, വയറിനേക്കാളും മോശപ്പെട്ടൊരു സംഗതി നടക്കുന്നതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സാധനം വയറാണ് എന്നാണ്. ആദം ലുക്കൈമാത്ത്, ഒരു മനുഷ്യന് ജീവിക്കാൻ ലുക്കൈമാത്ത് മതി, ഉരുളയല്ല, ചെറിയ കുറച്ച് പിന്നെ ഭക്ഷണത്തിന്റെ കണങ്ങൾ മതി. ഒരുത്തൻ യുക്കിംന സുൽബഹു, അവന്റെ മുതുക് നിവർന്ന് ജീവിച്ചു പോകാൻ വളരെ കുറച്ച് ഭക്ഷണമേ മനുഷ്യന് ആവശ്യമുള്ളൂ. എന്താണ്? കുറച്ച് ഭക്ഷണത്തിന്, അതേപോലെ തന്നെ കുറച്ച് പാനീയങ്ങൾക്ക് കുറച്ച് നമുക്ക് ഒഴിവാക്കി ഒന്ന് പിന്നെ ആശ്വാസം കൊള്ളാൻ, ഇതിന് മൂന്നിനാണ് നീക്കി വെച്ചത്. അപ്പൊ ഇതിലെ ഭക്ഷണമാണ് കുറച്ചിട്ട് ചിന്തകളെ മുഴുവനും ദീനിയായ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറ്റും. മനുഷ്യൻ അങ്ങനെയാണ്, മനസ്സ് പെട്ടെന്ന് മാറും. നബി സ്വല്ലല്ലാഹു എഴുത്തുകാരനായിരുന്നു ഹൻദല റളിയല്ലാഹു അൻഹു, ഹൻദലത്തുൽ അസദി എന്ന് പറയും. അദ്ദേഹം നബിന്റെ കൂടെ എപ്പോഴും ഉള്ള ആളാണ്. അപ്പൊ നബിയോട് വന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണ്? ഹൻദല മുനാഫിക്കായി. എന്താ മുനാഫിക്ക്? കപടൻ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഭക്തിയില്ല, ചില സമയത്ത് ഭക്തി, ചില സമയത്ത് ഭക്തി ഇല്ലാത്ത അവസ്ഥ. അല്ലാഹുവിന്റെ റസൂലെ തുദക്കിറുന ബിന്നാർ വൽ ജന്ന, സ്വർഗ്ഗ നരകങ്ങളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു ഉത്ബോധിപ്പിക്കുമ്പോൾ ഹത്താക അന്ന റഅയുൽ ഐൻ, അതൊക്കെ കണ്ണ് കാണുന്ന മാതിരി പേടിച്ചിങ്ങനെ ഇരിക്കും ഞങ്ങൾ. ഫഇദാ ഖറജ്നാ മിൻ ഇൻദിക്, എന്നാ ഇവിടുന്ന് ഇറങ്ങിപ്പോയാലോ ആഫസ്നാ അൽ അസ്വാജ വൽ ഔലാദ വൽ ലൈആത്, ഞങ്ങളുടെ സ്വത്തുക്കളോടും മക്കളോടും ഭാര്യമാരോടൊക്കെ ഒപ്പെത്തി അവരോടൊക്കെ തമാശയും വർത്താനം പറയാൻ തുടങ്ങിയാൽ ഫനസിന കസീറൻ, ഞങ്ങൾ അധികവും മറന്നു പോവുകയാണ്. അപ്പൊ നബി 3 വട്ടം ഹൻദലയോട് പറഞ്ഞത്, യാ ഹൻദല സാഅതൻ വസാഅ, ഓരോന്നിനും ഒരു സമയമുണ്ട് ഹൻദല, ആ സമയത്തെ അത് പറ്റുള്ളൂ, എല്ലാ സമയം ഒരേപോലെ ആക്കാൻ പറ്റില്ല. സുഹൃത്തുക്കളെ, ഒരു മാനസികാവസ്ഥ പടച്ചോൻ സൃഷ്ടിച്ച് ഒരു മാസത്തേക്ക് അതിന്റെ നേട്ടവും അതിന്റെ മഹത്വവും പറഞ്ഞാൽ തീരൂല. ഒരു രക്തസാക്ഷിയെക്കാളും 1 കൊല്ലം അധികം ജീവിച്ചവന് കൂടുതൽ പദവി സ്വർഗത്തിൽ കിട്ടിയത് ഒരു റമദാൻ അധികം കിട്ടിയതുകൊണ്ടാണ്.
അതുകൊണ്ട് പൂർണ്ണമായും അള്ളാഹുവിലേക്ക് നീങ്ങുന്ന ഏറ്റവും നല്ലൊരു സമയം. ഒരു പണ്ഡിതൻ പറഞ്ഞു, ഇന്ന നഫ്സ ഇദാ ജാഅത് വഅതിശത് സഫൽ ഖൽബ്. വിശപ്പും ദാഹവും വന്നാൽ ഹൃദയം തെളിയുന്നതാണ്. ഒരാൾക്ക് വിശപ്പും ദാഹവും വന്നാൽ ഹൃദയം തെളിയും. അതേപോലെ തന്നെ ഇദാ ശബഅത്, വയറ് നിറഞ്ഞാൽ അമിയൽ ഖൽബ്, ഹൃദയത്തിന്റെ അന്ധത ബാധിക്കുമെന്നാണ്. പടച്ചോൻ വലിയൊരു ഹിക്മത്തിൽ നമ്മൾ ബോധപൂർവം ഒന്ന് ദീനിന്റെ ചിന്തകളിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ നിശ്ചയിച്ചൊരു കാര്യമാണ് സുഹൃത്തുക്കളെ. അത് നാം ആലോചിക്കണം. മറ്റൊരു കാര്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ, വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മുടെ തന്നെ ഈ ഒരു പള്ളിയുടെ നേതൃത്വത്തിൽ എത്രയോ വീടുകളിൽ ജീവകാരുണ്യ ആ ജീവകാരുണ്യം ചെയ്യാൻ റമദാൻ എങ്ങനെ ഒരു പ്രേരണയാണ് അല്ലെ? മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ റമദാൻ എങ്ങനെ പ്രേരണയാണ്? അത് അള്ളാഹുവിന്റെ വലിയൊരു ഹിക്മത്തല്ലേ. റമദാൻ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവന്റെ വിശപ്പിനെ കുറിച്ച് ആലോചിക്കുന്നു. രാവിലെ മുതൽ ഉമ്മ ഞാൻ നോമ്പ് നോൽക്കട്ടെ എന്നൊരു കുട്ടി പറഞ്ഞ് അവൻ നോമ്പ് നോറ്റ് നോമ്പ് തുറക്കാൻ കാത്തു നിൽക്കുമ്പോൾ നോമ്പ് തുറക്കലിന്റെ ചില വിഭവങ്ങൾ അവന്റെ മനസ്സിലുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, എന്നും വീട്ടിലുള്ള ആ സദാ ഭക്ഷണം അവന് നൽകി അവന്റെ ആഗ്രഹങ്ങളെയും സന്തോഷങ്ങളെയും ആ നോമ്പിന്റെ അഭിലാഷങ്ങളെയും സാക്ഷാത്കരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു പിതാവിന്റെ വേദന, ഒരു മാതാവിന്റെ വേദന വളരെ വലുതാണ്. ഞാനും നിങ്ങളും എന്തു കഴിക്കുന്നുവോ അത് കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് നൽകണമെന്ന് തോന്നിയത് വിശപ്പിന്റെ രുചി അറിഞ്ഞത് കൊണ്ടാണ്. നോമ്പിൽ എല്ലാ മഹാന്മാരും വിശപ്പിന്റെ രുചി അറിയും. സേവകന്മാർ ആവശ്യമുള്ള ജ്യൂസും വെള്ളവും ഭക്ഷണവും കൊടുക്കാൻ വേണ്ടി കൂലിക്കാളെ നിശ്ചയിച്ചുകൊണ്ട് സേവനത്തിന് വന്നവനും ആ പകൽ ചോദിക്കുന്നില്ലൊരു തുള്ളി വെള്ളം. ഓഫീസിലെ ഫിൽറ്ററിൽ വെള്ളമുണ്ട്, എടുത്തു കുടിക്കുന്നില്ല. വിശപ്പറിയുമ്പോൾ അതൊരു പുതിയ കാഴ്ചപ്പാടിലേക്ക് നമ്മളെ എത്തിക്കും. ഒരു മാസം അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ എന്തായത്, മാ യകൂനു ഫി റമദാൻ ഹീന യൽഖാഹു ജിബ്രീൽ കാന അജ്വദ്. നബി ഏറ്റവും അധികം ഔദാര്യം ചെയ്ത കാലം റമദാനാണ്.